നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗോവരട്ടാ, ഇതുപോലെ ഒരു ദിവസം സത്യമ്മയുടെ വീട്ടിലേക്ക് ഗോപാലേട്ടൻ പുറപ്പാട് നടത്തിയപ്പോ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഓർക്കുന്നുണ്ടോ ആ ദിവസം? ഗോപാലേട്ടൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താതെ ഭർത്താവ് വേറൊരു ബന്ധത്തിന് പോയാ ചെയ്യേണ്ട കാര്യങ്ങള്. ചുരുക്കി പറഞ്ഞ നിന്റെ ഇളയ മോളെ പൊന്നുപോലെ നോക്കുവര്. അത് കണ്ടോണ്ട് ഒരു വേലക്കാരിയായിട്ട് പുതുപ്പെണ്ണിന്റെ അടിയുടുപ്പ് വരെ തിരുമ്മിക്കൊടുത്ത് നിൽക്കേണ്ടി വരും നിന്റെ കളക്ടർ മോൾക്ക്. ഗോപാലേട്ടാ, സത്യം പറഞ്ഞു പോയതാ ശാരദേ, ആ വിലയെ കിട്ടും നിന്റെ മോൾക്ക് അവിടെ. ശ്യാമേ നമ്മുടെ മോള് തന്നെയാ. അവക്കൊരു വൈകാക വന്നാ ഇവിടെ കൊണ്ടുവന്ന് നോക്കണമായിരുന്നു. നമുക്കാവും പോലെ നോക്കായിരുന്നല്ലോ. അങ്ങനെയല്ലേ എല്ലാരും. അതിനു പകരം നീ നിന്റെ സിവിൽ സർവീസുകാരിയായ മോളെ അവിടുത്തെ വേലക്കാരിയായി വിട്ടു. ഗോപാലേട്ടാ, ഒക്കെ അവളുടെ തീരുമാനമാ. ഞാനായിട്ട് ഒന്നിനെ നിർബന്ധിച്ചിട്ടില്ല. ഒക്കെ ഇനി അവളുടെ തീരുമാനത്തിന് മാത്രം വിട്ടാ പോരെ ശാരദേ. കുറെയൊക്കെ നമ്മളും കൂടി ഇടപെടണം. ഇടപെടാത്തതിന്റെ ഫലമാ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. നമ്മുടെ കാര്യം പോട്ടെ എന്ന് വെക്കാം. അവക്കൊരു കുഞ്ഞുണ്ട്, അതിന്റെ കാര്യോ? സ്കൂള് വിട്ടുവന്ന് അവളെ അമ്മയെ അന്വേഷിക്കുമ്പോ അവളോട് നമ്മൾ പറയണോ അവളുടെ അമ്മ അവളുടെ അച്ഛന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയാണെന്ന്? ഗോപാലേട്ടാ, സത്യമോൾക്ക് ഒന്നും അറിയില്ല. സത്യം എല്ലാം അറിയണം ശാരദേ. അവള് മാത്രം എന്തിനാ മണ്ടിയാവുന്നത്? അല്ല ഗോപാലേട്ടാ, ഗോപാലേട്ടാ, ഗോപാലേട്ടാ. രാമേന്ദ്ര നിക്ക്. സത്യം ഇറക്കണ്ട രാമേന്ദ്ര, നമുക്ക് ഒരിടം വരെ പോവാനുണ്ട്. ഗോപാലേട്ടാ, എന്താ ഇത്? സത്യം എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ശാരദേ, ശാലിനി എവിടെയോ അവിടെ ജീവിക്കണം സത്യ. അത് അമ്മ എന്താ ചെയ്യുന്നതെന്ന് അവളും കൂടി കാണട്ടെ. ശാരദ വരുന്നെങ്കിൽ എനിക്കൊപ്പം വരാം. കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ആക്കണം. ഗോപാലേട്ടാ നിക്ക്. ശാരദേ. ഗോപാലേട്ടാ, ഇതുപോലെ ഒരു ദിവസം സത്യമ്മയുടെ വീട്ടിലേക്ക് ഗോപാലേട്ടൻ പുറപ്പാട് നടത്തിയപ്പോ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഓർക്കുന്നുണ്ടോ ആ ദിവസം? ഗോപാലേട്ടൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താതെ ഭർത്താവ് വേറൊരു ബന്ധത്തിന് പോയാ ചെയ്യേണ്ട കാര്യങ്ങള്. ഭർത്താവ് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെടുത്തിട്ട് അവളെ ഗേറ്റിന്റെ വെളിയിലേക്ക് തള്ളാം. അതല്ലെങ്കിൽ കേസ് കൊടുത്ത് അയാളെ ജയിലിലാക്കാം. അതുമല്ലെങ്കിൽ ഊരാൻ പറ്റാത്ത ഏതെങ്കിലും കേസിൽ കുടുക്കിയിടാം. ഞാനിതൊന്നും ചെയ്തില്ലല്ലോ ഗോപാലേട്ടാ. പുതിയ പെണ്ണിനെ കഴുത്തിൽ പിടിച്ച് പുറത്തു തള്ളാം. താലി കെട്ടിയവനെ കേസിൽ കൊടുക്കാം, ജയിലിലാക്കാം. പക്ഷേ ഹൃദയം തിരിച്ചു കിട്ടാൻ ഏതു കോടതിയാ വിധി എഴുതേണ്ടത്? അങ്ങനെ വിധി എഴുതിയാൽ തിരിച്ചു കിട്ടുമോ നഷ്ടപ്പെട്ട സ്നേഹവും കരുതലും ഒക്കെ? ഗോപാലേട്ടൻ പറഞ്ഞല്ലോ, കല്യാണമെന്ന് പറഞ്ഞാ അതത്ര എളുപ്പം ഊരാൻ പറ്റുന്ന കുടുക്കൊന്നും അല്ലെന്ന്. ശരിയാ, അത്ര എളുപ്പം ഊരാൻ പറ്റുന്ന കുടുക്കൊന്നും അല്ലാതെ. പക്ഷേ സ്നേഹം കൊണ്ടുള്ളതായിരിക്കണം ആ കുടുക്ക്. അല്ലാതുള്ള ഒരു കുടുക്കും നിയമമോ ജയിലോ ഒന്നും നഷ്ടപ്പെടുന്ന സ്നേഹത്തെ തിരിച്ചു കിട്ടാനാകുന്ന കുടുക്കല്ല. അന്ന് രാത്രി ശാലിനി ഗോപാലേട്ടനെ ഇറക്കി വിട്ടേ ആകൂന്നുള്ള വാശി നിന്നപ്പോ ഞാൻ അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റാർക്കും സ്വാതന്ത്ര്യമില്ല. അച്ഛനോ അമ്മയ്ക്കോ ആർക്കും. ഗോപാലേട്ടന്റെയും എന്റെയും കാര്യത്തിൽ വിധി പറയണ്ടാന്ന് ഞാൻ അന്ന് അവളോട് പറഞ്ഞു. അതേ സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കും ഉണ്ട് ഗോപാലേട്ടാ. സാറേ, കുടുംബകാര്യത്തില് ഇടപെടുകയാണെന്ന് തോന്നരുത്. എന്നാലും ഒരു ചെറിയ ബുദ്ധി തോന്നിയ കാര്യം പറയുക. നല്ല ബുദ്ധിയുള്ള ആളാ ശാലിനി മോള്. സ്നേഹം കൊണ്ടാ എല്ലാം പിടിച്ചടക്കുന്നത്. അങ്ങനെ തന്നെ വിഷ്ണുമോനെ തിരിച്ചു പിടിക്കാനും ശാലിനി മോക്ക് അറിയാം. നമ്മളെക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരല്ലേ പുതിയ കുട്ടികൾ. നമ്മൾ തലനരച്ചവരൊക്കെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക നല്ലത്.
ബുദ്ധിക്കും അതേ നിരപ്പുണ്ടാവും. ഗോപാലേട്ടാ, സത്യം ഞാനിങ്ങി ഇറക്കുവാ. ആ, വാ മോളെ, വാ പതുക്കെ. അമ്മ പോയതാണോ പ്രശ്നം? അമ്മ പെട്ടെന്ന് ഇങ്ങ് വരില്ലേ? ഞാനങ്ങ് പൊക്കോട്ടെ സാറേ. മുത്തശ്ശന് അറിയാവോ അമ്മ എവിടെ പോയതാണെന്ന്? ഇല്ല. അല്ലേലും മുത്തശ്ശന് ഒന്നും അറിയില്ല. ഗോവയിൽ ക്യാമ്പിന് പോയതല്ലേ അമ്മ. മുത്തശ്ശൻ വിഷമിക്കണ്ടാട്ടോ, അമ്മ അവിടെ നല്ല ഹാപ്പിയാ. കളക്ടർ അല്ലേ എന്റെ അമ്മ. മോള് വാ, ശാരദമ്മ ചായ തരാം കേട്ടോ. അത് തന്നെയാ സത്യം. മുത്തച്ഛനൊന്നും അറിയില്ല. എല്ലാരും ഹാപ്പി. കുറച്ച് ദിവസത്തേക്ക് മാത്രം മതി. അത് കഴിഞ്ഞ് ചേച്ചിയമ്മ മോളോട് പറയും, സത്യയോട് പറയാൻ. അപ്പൊ പറഞ്ഞാ മതി. ശരി, സമ്മതിച്ചു. സത്യയിൽ നിന്ന് ഇനി കൂടുതൽ ദിവസം ചേച്ചിയമ്മ ഞാനല്ലെന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. പിന്നെ വിഷ്ണുവേട്ടനാണ് അവളുടെ അച്ഛനെന്ന് പറയേണ്ടി വരും. അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയണം. മാഡം, എന്താനു? എത്ര തവണ ഫോൺ ചെയ്തു മാഡം, എന്താ എടുക്കത്തെ? എന്താ കാര്യമെന്ന് പറ. ചെറിയൊരു കുഴപ്പമുണ്ട് മാഡം. എന്താ കാര്യമെന്ന് പറ. ചൈന കോളനിയിലെ നിരവധി കുട്ടികൾ വിഷബാധയേറ്റ് ഹോസ്പിറ്റലില. ടിവിയിൽ ന്യൂസ് പോകുന്നുണ്ട്. ഈശ്വര, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.